ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 7 ഘട്ടമായി. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നതിലാണ് തീരുമാനം. എസ്എഫ്ഐ ഭീകരവാദ സംഘടനയായി മാറിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ക്യാമ്പസുകളിൽ എസ്എഫ്ഐ ഇടിമുറികൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ. പാഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. എറവ് പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസക്കാരിൽ എത്തിച്ചു നൽകാനാകാതെ കത്തുകൾ കുന്നുകൂടുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് മേൽവിലാസക്കാരുടെ വീടുകൾ അറിയാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 7 ഘട്ടമായി നടത്തും. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. തെരഞ്ഞെടുപ്പിന് പൂർണ്ണസജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. 96.8 കോടി വോട്ടർമാർ വിധിയെഴുതും. 10.5 ലക്ഷം ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിന് സജ്ജീകരിച്ചിരിക്കുന്നത്. 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരും 1.8 കോടി കന്നി വോട്ടർമാരുമാണുള്ളത്. ഇതിൽ 85 ലക്ഷം പെൺകുട്ടികളാണ്. 19.74 കോടി യുവ വോട്ടർമാരാണുള്ളത്. 48,000 ട്രാൻസ്ജെൻഡർമാർ വോട്ടർമാരായുണ്ട്. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യം ഏർപ്പെടുത്തും. 40% ശാരീരിക വെല്ലുവിളിയുള്ളവർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കും. KYC ആപ്പുകളിൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അറിയാം. ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാകുമെന്നും കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാലാണ് തീരുമാനം. എല്ലാ കാർഡുടമകൾക്കും റേഷൻ വിതരണം സാധാരണ നിലയിൽ നൽകി തുടങ്ങും. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കൂവെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൌകര്യമൊരുക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് രാവിലെ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് ആരംഭിച്ചുവെങ്കിലും ഇപോസ് സെർവർ തകരാറായതിനെ തുടർന്ന് മസ്റ്ററിംഗ് വീണ്ടും തടസ്സപ്പെട്ടിരുന്നു. SFI ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയായി മാറിയിരിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ SFI ഇടിമുറികൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ. BJPയുടെ പുതിയ ജില്ലാ ആസ്ഥാനമായ നമോഭവനിൽ നടത്തിയ പ്രഥമ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ നിയമവാഴ്ച സമ്പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. SFI നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ്. നൃത്താധ്യാപകൻ ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് സർക്കാരും പോലീസും തീരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ദാരുണമായ ഈ ഒരാളുടെ മരണം, നൃത്താധ്യാപകന്റെ മരണം, SFI ക്രിമിനലുകളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നതെന്ന് ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. പിണറായി വിജയൻ സർക്കാർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക, അടിയന്തരമായി സർവകലാശാല ക്യാമ്പസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇടിമുറി, SFIയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. അധ്യാപകരെയും ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യണം. തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത്. SFI ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. സർവകലാശാല ക്യാമ്പസിലെ എംപ്ലോയീസ് യൂണിയൻ ഓഫീസിന്റെ മറവിലാണ് SFI ഇടിമുറികൾ പ്രവർത്തിക്കുന്നത്. SFI ക്രിമിനലുകളുടെ ആക്രമണത്തിന്റെ ഫലമാണ് നൃത്താധ്യാപകൻ ഷാജിയുടെ മരണം. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SFIക്കാരുടെയും കൂട്ടുനിന്ന അധ്യാപകരുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭം നടത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. BJP പുതിയ തൃശൂർ ജില്ലാ ആസ്ഥാന നമോഭവന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ചെമ്പുകാവ് ചെറുമുക്ക് ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരന്റെ പത്നി രത്നത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ഔപചാരികമായ ഉദ്ഘാടനം പിന്നീട് നടക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരൻ, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ C സദാനന്ദൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ, മേഖലാ നേതാക്കളായ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്,
പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ബിജോയ് തോമസ്, സംസ്ഥാന സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. ക്ഷേത്രത്തിലെ മതിലിൽ മോഷ്ടാവിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തും. പ്രദേശത്ത് മോഷണം തുടർന്നു വരുന്ന സാഹചര്യത്തിൽ ഉടനെ മോഷ്ടാവിനെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി PP വേണുനാഥൻ, ട്രഷറർ TK മണികണ്ഠൻ, കമ്മിറ്റി അംഗം K ശശിധരൻ എന്നിവർ പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 3:45 സമയത്ത് ക്ഷേത്രത്തിലെ 3 തട്ടുള്ള 4 തൂക്കുവിളക്കുകളും ഒരു നിലവിളക്കും പുലർച്ചെ മോഷണം പോയി. മോഷണം ഇപ്പോൾ ഈ പാഞ്ഞാളും കിള്ളിമംഗലുമായ ഈ പ്രദേശത്ത് ഏകദേശം 5ഓളം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായി ഇതുപോലെയുള്ള മോഷണങ്ങൾ നടക്കുന്നുണ്ട്. കിള്ളിമംഗലും പാഞ്ഞാളും ഉള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലാണ് ഈ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ ഇതേമാതിരി ഓട്ട് ഉരുളികളൊക്കെ ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ എടുത്തുകൊണ്ടുപോയത്. ഇപ്പം അതിൻ്റെ ഒരു തുടർ മോഷണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പം ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുകയാണ്. കത്തുകൾ മേൽവിലാസക്കാരിൽ എത്തിച്ചു നൽകാനാവാതെ എറവ് പോസ്റ്റ് ഓഫീസിൽ കുന്നുകൂടുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് മേൽവിലാസക്കാരുടെ വീടുകൾ അറിയാത്തതാണ് പ്രതിസന്ധിയാവുന്നതെന്ന് ആരോപണം. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അയച്ച നോട്ടീസുകൾ ആളുകൾക്ക് കിട്ടാതായതോടെ പഞ്ചായത്ത് അധികൃതർ കാരണം തിരക്കി പോസ്റ്റ് ഓഫീസിലെത്തിയപ്പോഴാണ് കത്തുകൾ വിതരണം ചെയ്യാതെ കുന്നുകൂടി കിടക്കുകയാണെന്നറിയുന്നത്. 300-ലേറെ തപാലുകൾ മേൽവിലാസക്കാരിലെത്താതെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. ഈ പോസ്റ്റ് ഓഫീസിൽ ആകെയുള്ള ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് വുമണും താൽക്കാലിക ജീവനക്കാരാണ്. തപാൽ വഴി ലഭിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും പലർക്കും കിട്ടിയിട്ടില്ലെന്ന് ആക്ഷേപമുയർന്നിരുന്നു. അരിമ്പൂർ പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റും കെട്ടിട നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് നോട്ടീസുകളും എറവ് ഭാഗത്തുള്ളവർക്ക് അയച്ചിട്ട് ആരുടെയും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അയച്ച കത്തുകൾ ഒട്ടുമിക്കതും മേൽവിലാസക്കാർക്ക് കിട്ടിയിട്ടില്ലെന്നറിയുന്നത്. തുടർന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പോസ്റ്റ് ഓഫീസിലെത്തി വിവരം തിരക്കിയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അയച്ച കത്തുകളടക്കം കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണാനായത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മൾ നിരവധി ലെറ്ററുകളും അതുപോലെ തന്നെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ലെറ്ററുകളൊക്കെ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും എറവ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വ്യാപക പരാതിയെ തുടർന്നാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത്. ഇവിടെ താൽക്കാലികമായി ഒരു കുട്ടിയെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് വർക്ക്. പക്ഷേ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് മറ്റ് ലെറ്ററുകളും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രതിഷേധം, ലെറ്ററുകൾ കുന്നുകൂടി കിടക്കുന്നൊരവസ്ഥയാണ് വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. ഇതിനിടെ 50-ലേറെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ മേൽവിലാസക്കാരിലെത്തിക്കാനായി പഞ്ചായത്ത് അംഗത്തിന്റെ സഹായം തേടിയ സംഭവമുണ്ടായി. പോസ്റ്റ് ഓഫീസിലെ ഇലക്ഷൻ ID കാർഡ് കുറച്ച് നാളുകളായി അവിടെ വന്നിരിക്കുന്നു. എൻ്റെ വാർഡിലടക്കം ചേർത്തിയിട്ടുള്ള വോട്ടർമാർക്ക് വോട്ടർ ID കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് അന്വേഷിക്കുകയും അവിടെ പോസ്റ്റ് കൊണ്ടുകൊടുക്കാനായിട്ട് ആളില്ലാത്ത ഒരവസരം ആണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന എൻ്റെ വാർഡിൽ ഞാൻ ചേർത്തിയതും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന അഡ്രസ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ അത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. 1500ഓളം വീടുകളുള്ള എറവ് പോസ്റ്റ് ഓഫീസ് പരിധിയിൽ മേൽവിലാസക്കാരെ അറിയുന്ന 2 പോസ്റ്റ്മാനെങ്കിലും വേണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി ഡോക്ടർ VK വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തു. സർക്കാർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ്. 9-അംഗ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയന്റെയും ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രന്റെയും കാലാവധി വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് പുതിയ ഭരണസമിതിയിലേക്ക് ഡോക്ടർ VK വിജയനെയും CPI പറവൂർ മണ്ഡലം സെക്രട്ടറി KP വിശ്വനാഥിനെയും നിയമിച്ച് വെള്ളിയാഴ്ച സർക്കാർ ഉത്തരവിറങ്ങി. CPI അംഗമായിരുന്ന ചെങ്ങറ സുരേന്ദ്രന് പകരമാണ് പട്ടികജാതി സംവരണ ഒഴിവിൽ വിശ്വനാഥിനെ നാമനിർദ്ദേശം ചെയ്തത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ മുൻപാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. പ്രേംരാജ് ചൂണ്ടാലത്ത്, S ബസന്തലാൽ, നാസർ, ഹമീദ്, M ശങ്കരനാരായണൻ, US കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
LDF ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CB അബ്ദുൾ സമ്മദ് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, VK ജ്യോതി പ്രകാശ്, TK ചന്ദ്രബാബു, TN തിലകൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ രണ്ട് തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നത് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമം നടത്തി വോട്ടാക്കി അവർ പറയുന്ന നമ്പറിലേക്ക് ഞങ്ങളെ മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അതാണ് വിഷയം. LDF വെങ്കിടങ്ങ് വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് ഉദ്ഘാടനം ചെയ്തു. KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ PA രമേശൻ, KK ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, സണ്ണി വടക്കൻ, CR ദിലീപ്, RP റഷീദ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വന്നത് തൃശൂർ കോർപ്പറേഷൻ പുലരിയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കണ്ണോത്തുകടവ് റോഡിനെ ബന്ധിപ്പിക്കുന്ന BMBC റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ K രാമനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജെറിഷ്, ലാലി ജെയിംസ്, കൌൺസിലർമാരായ ശ്രീലാൽ ശ്രീധർ, സുനിത വിനു, മണ്ഡലം നേതാക്കളായ MP ബിജു, KA ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മേഖലയിലുള്ള ആദ്യത്തെ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് തലക്കീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും മകനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂരിലെ ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുഞ്ഞു കുഞ്ഞു വർണ്ണയുമായി കുന്നത്തേരി പാടശേഖരത്തിൽ ഒരു പുഞ്ചക്കാലം. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി കർഷകർക്ക് മികച്ച വിളവാണ് നൽകിയിരിക്കുന്നത്. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് മീനച്ചൂടേറ്റ് വറ്റി വരണ്ട് കിടക്കുന്ന 120 ഏക്കറോളം വരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി പാടശേഖരത്തിലെ 2 ഏക്കറിലാണ് പാലക്കാടൻ മട്ട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞു കുഞ്ഞു വർണ്ണ കതിരിട്ട് നിൽക്കുന്നത്. ആദ്യമായാണ് ഈ പാടശേഖരത്തിൽ KK വർണ്ണ എന്ന് വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞു വർണ്ണ കൃഷി ചെയ്യുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി 100 മേനി വിളവ് നൽകിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ ആൽഫ്രഡ് മുരിങ്ങത്തേരിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ഒരു പുതിയ നെൽവിത്ത് കുഞ്ഞു കുഞ്ഞു വർണ്ണ, അതായത് KK വർണ്ണ എന്നൊരു ഇനമാണ്. ഈ നെല്ലിൻ്റെ ഒരു പ്രത്യേകത ഡാർഫ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ചെറിയ ഷോർട്ടാണ്, കൂടുതൽ നെല്ലുണ്ടാകും, വൈക്കോല് കുറവാണ്, പിന്നെ മികച്ച പ്രതിരോധ ശേഷിയുള്ളൊരു നെല്ലാണ്. പുഞ്ചകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നെല്ലിനമാണ്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞു വർണ്ണയുടെ വിത്ത് ലഭിച്ചത്. ഉയരം കുറഞ്ഞതും പ്രതിരോധ ശേഷിയുമുള്ള ചുവന്ന മട്ട അരിയുള്ള 105 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹ്രസ്വകാല നെല്ലിനമാണ് കുഞ്ഞു കുഞ്ഞു വർണ്ണ. ജലസേചന സൗകര്യങ്ങൾ കുറവായതിനാൽ മുണ്ടകൻ കഴിഞ്ഞാൽ ഈ പാടശേഖരം അടുത്ത സീസൺ വരെ തരിശിടാറാണ് പതിവ്. 30 വർഷത്തോളമായി പുഞ്ചകൃഷി ഉപേക്ഷിച്ച പാടശേഖരത്തിൽ കഴിഞ്ഞ 3 വർഷമായി കുറച്ച് കർഷകർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ജലസേചനത്തിന് അധികൃതർ സൗകര്യമൊരുക്കി തന്നാൽ പുഞ്ചകൃഷി വ്യാപിപ്പിക്കുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് MF റിനി പറഞ്ഞു. ഇവിടെ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവുണ്ട്, അതിന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നിൽ പോകുന്നത്. എന്നിരുന്നാലും ഇപ്പൊ ചെയ്യുന്നവര് അവരുടെ ഭൂമി മുഴുവനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഫംഗസ് മൂലം നെല്ലൊന്നും കൊയ്യാൻ പറ്റിയില്ല. ആ സമയം ഇപ്രാവശ്യം നെല്ല് നല്ല, അതായത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കതിർ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി കൊയ്യേണ്ട കാര്യങ്ങൾക്കുള്ള സഹായങ്ങളാണ് പാടശേഖരം ചെയ്യേണ്ടത്. അതെന്താണെങ്കിൽ പാടശേഖരം ചെയ്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റ് രോഗം ബാധിച്ച് ഈ ഭാഗത്തെ പുഞ്ചകൃഷി നശിച്ചിരുന്നു. വിള ഇൻഷുറൻസ് പരിരക്ഷ ചെയ്തിട്ടുണ്ടെങ്കിലും 2 വർഷത്തെ തുക കിട്ടാനുണ്ട്. എന്നിരുന്നാലും പുഞ്ചകൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ആൽഫ്രഡ് മുരിങ്ങാത്തേരി, ആനറ്റംപറമ്പിൽ വിജയൻ, MF പ്രിൻസ് എന്നിവരാണ് കൃഷി ഇറക്കിയത്. TCV എരുമപ്പെട്ടി. ആധാരമെഴുത്ത് അസോസിയേഷൻ മതിലകം യൂണിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ആധാരമെഴുത്ത് തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ദോഷകരമാകുന്ന വിധത്തിൽ സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പിലാക്കുന്ന ടെംപ്ലേറ്റ് സംവിധാന ഉത്തരവ് പിൻവലിക്കണമെന്നായിരുന്നു ധർണ. യൂണിറ്റ് പ്രസിഡന്റ് TK ഹമീദ് ഉദ്ഘാടനം ചെയ്തു. C സുരേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VS സുബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്കർ, യൂണിറ്റ് ട്രഷറർ TK ബഷീർ, C ഉണ്ണികൃഷ്ണൻ, TM റഷീദ്, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. എളവള്ളിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ച പഞ്ചായത്ത്. ചിറ്റാട്ടുകര പോൾമാസ്റ്റർ പടി, പറക്കാട്, മണ്ണമ്പാറ, കടവലുപാലം എന്നിവിടങ്ങളിൽ നവീന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. മുരളി പെരുതല്ലി MLA ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, KD വിഷ്ണു, NB ജയ, ശ്രീപിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു.
അരിമ്പൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങളും അംഗനവാടികൾക്ക് വെയിങ് മെഷീനും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി, വാർഡ് മെമ്പർമാരായ ഷിമി ഗോപി, സി വൃന്ദ, നീതു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല കോഗോ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഗോ പരിശീലന ക്ലാസ് വെള്ളാനിക്കരയിൽ നടന്നു. കൊക്കോ സംസ്കരണവും മൂല്യവർദ്ധനവും എന്ന വിഷയത്തിൽ നടന്ന പ്രതിദിന പരിശീലന ക്ലാസ്സിൽ കൊക്കോ ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ JS മിനിമോൾ ക്ലാസ് എടുത്തു. പരിശീലന ക്ലാസ്സിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. പഠിച്ചിട്ടും ഇതുപോലെ പലതും ചേർത്തിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇന്ത്യ തകരുമെന്നും ഈ തെരഞ്ഞെടുപ്പ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ളതാണെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ കയ്പമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ മതിലകത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജകമണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാൻ, TN പ്രതാപൻ MP, UDF മണ്ഡലം കൺവീനർ മുജീബ് റഹ്മാൻ, നേതാക്കളായ PJ ജോയ്, MK അബ്ദുൽ സലാം, സുനിൽ P മേനോൻ, PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ മണലൂർ പഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി 100% നികുതി പിരിവ് കൈവരിച്ചവരെ അനുമോദിച്ചു. 13ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബീന സേവ്യറിനെയും വാർഡ് ക്ലർക്ക് ജോൾസി ജോർജിനെയുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അനുമോദിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി MK ദീപ, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ജോസ്, മെമ്പർമാരായ കവിത രാമചന്ദ്രൻ, ബിന്ദു സതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനുള്ള വെള്ളിക്കുടയും മാലവട്ടവും വഴിപാടായി സമർപ്പിച്ചു. ക്ഷേത്രം അടിയന്തര ചുമതലക്കാരൻ കക്കാട് രാജപ്പമാരാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാര വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പിഴ കൂടാതെ പുതുക്കുന്നതിനുള്ള കാലാവധി ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. നിലവിൽ മാർച്ച് 31 വരെയായിരുന്നു കാലാവധി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നൽകിയ ലൈസൻസുകൾക്കാണ് കാലാവധി ദീർഘിപ്പിച്ചത്. കുടിവെള്ള പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ നായാട്ടുകുണ്ടിൽ നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം ചിത്ര സൂരജ് അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്തിലെ വനിതകൾക്ക് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നതിന് ഗ്രോ ബാഗ്, ചെടിച്ചട്ടികൾ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KR സൈമൺ, സുധാചന്ദ്രൻ, കൃഷി ഓഫീസർ റിയ ജോസഫ്, ലിജി P, ആശ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കേ കോടാലി ഹിന്ദു ധർമ്മ പ്രകാശിനി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. വിവിധ സമാജങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു. വാദ്യമേളങ്ങൾ അകമ്പടിയായി. രജിസ്ട്രേഷൻ മേഖലയെ തകർക്കുന്ന ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനെതിരെ ആധാരം എഴുത്തുകാർ കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ കമ്മിറ്റി അംഗം CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി TP ബാലൻ, യൂണിറ്റ് സെക്രട്ടറി ലാലാ ബോസ്, MS സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 7 ഘട്ടമായി. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാലാണ് തീരുമാനം. SFI ഭീകരവാദ സംഘടനയായി മാറിയെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ക്യാമ്പസുകളിലെ SFI ഇടിമുറികൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ. പാഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. എറവ് പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസക്കാരിൽ എത്തിച്ചു നൽകാനാവാതെ കത്തുകൾ കുന്നുകൂടുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് മേൽവിലാസക്കാരുടെ വീടുകൾ അറിയാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.